ഞങ്ങളുടെ ശ്രീ സിദ്ധാർത്ഥന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ പയ്യന്റെ വീട്ടുകാരെങ്ങനെയായിരിക്കുമെന്നൊരു വിഷമം ഉണ്ടായിരുന്നു. ഇപ്പോഴാ മനസ്സിലായത് ശ്രീ ഭാഗ്യം ചെയ്തവളാണെന്ന്. നിങ്ങളുടെ അനുവാദമില്ലാതെ വിവാഹം നടത്തിയതിൽ എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ചേട്ടാ, ഇക്കാര്യം ഇപ്പൊ എന്തിനാ അതൊക്കെ പറയുന്നത്? ചേട്ടാ, കോഫിയാണോ ടീ ആണോ? ഇക്കാര്യം സിദ്ധാർത്ഥനും ശ്രീക്കും അറിയില്ലെന്നല്ലേ പറഞ്ഞേ? വേറൊന്നും പറയണ്ട. അത് തന്നെ. കോഫി വേണോ ടീ വേണോ? അയ്യോ, എനിക്ക് എന്തായാലും എന്താ, തന്നോളൂ, കുടിക്കാം. ശരി, 5 മിനിറ്റ്, ഇപ്പൊ കൊണ്ടുവരാം. അതെ, നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായോ? മരുമകളാന്നും പറഞ്ഞ് തലയിലെടുത്ത് വെച്ചിരുന്നല്ലോ. ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ ഇവളുടെ സ്വഭാവം? കേറി വന്നതോ കൈയും വീശിക്കൊണ്ട്. ഇപ്പൊ സ്വന്തം വീട്ടില് 5 പൈസയുടെ വിലയില്ലേ ഇവക്ക്. എന്തെങ്കിലും ഒന്ന് ശരിയാക്കി കൊണ്ടുവരുമെന്ന് വിചാരിച്ചപ്പോ ഇപ്പൊ അതിലും മണ്ണ് വീണ്. എന്റെ ഭാര്യയെ, നീ അല്പം സമാധാനമായിട്ടിരിക്കേ. ഇതെല്ലാം ഇവള് വേണമെന്ന് പറഞ്ഞ് ചെയ്തതാണോ? ഇവള് നമ്മുടെ മോള് പിങ്കിയെ ഇവളുടെ ചേട്ടൻ സിദ്ധാർത്ഥിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ഒരുപാട് പരിശ്രമിച്ചതാ. അതിപ്പോ നടന്നില്ല. അത് നടക്കാത്തത് കൊണ്ട് ഇവള് നമ്മുടെ മരുമകളല്ലാതായി മാറൂ? അതെ അച്ഛാ, ഇതിൽ സന്ധ്യയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നോക്കുമോളെ, നീ ഞങ്ങളുടെ മരുമകളായതിനു ശേഷം സത്യമായിട്ടും ഞങ്ങൾ സ്നേഹത്തോടെ അല്ലേ പെരുമാറുന്നത്? നീ നിന്റെ വീട്ടിൽ ആരോടും പറയാതെ എന്റെ മോൻ പ്രസാദിനെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നു. അത് ചെയ്തത് വലിയ കുറ്റമായിട്ട് മാറി. അതേ തെറ്റ് നിന്റെ ചേട്ടൻ ചെയ്തിരിക്കുന്നു. അത് ന്യായമാണെന്ന് എങ്ങനെയാ മോളെ പറയാൻ പറ്റുക? നോക്കുമോളെ, ഇങ്ങനെയൊക്കെ നടന്നതുകൊണ്ട് നീ സമാധാനത്തിലിരുന്നാൽ നിനക്ക് ന്യായം കിട്ടില്ല. നിന്റെ വിഹിതം എന്തൊക്കെ കിട്ടാനുണ്ടോ അതെല്ലാം നിനക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണോ അത് ചെയ്യണം. അതെ സന്ധ്യ, അതിൽ പകുതി പങ്ക് നിനക്കുണ്ട്. ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. ഞാനതൊരിക്കലും വിടില്ല. ഇത്രയൊക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷം പകുതി സ്വത്തല്ല, മൊത്തം സ്വത്ത് ഞാൻ കൈവശപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ എന്റെ അമ്മയുടെ മോളല്ല. So hot outside. പത്മിനി അമ്മേ, പത്മിനി അമ്മ എന്തിനാ കരയുന്നെ? എന്തു പറ്റി? മോളെ കണ്ടിട്ട് മുതലാളി അമ്മയെ പോലെയാ തോന്നുന്നേ. ഒരു നിമിഷം അവര് തന്നെ ഇറങ്ങി വന്ന പോലെ എനിക്ക് തോന്നുന്നു. മോളുടെ സ്വഭാവവും അതുപോലെയാ. ആർക്കും ഒരു തിന്മയും ചിന്തിച്ചിട്ടില്ലാത്തവരാണ് അവര്. അവരുണ്ടായിരുന്നപ്പോ ഈ വീട്ടിലെല്ലാവർക്കും സന്തോഷമായിരുന്നു. ജോലിക്കാരെ കഷ്ടപ്പെടുന്നറിഞ്ഞ കൈ നിറയെ കാശ് തരുമായിരുന്നു. ആർക്കും ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല മോളെ. അവര് പോയതിനു ശേഷം എല്ലാ ഐശ്വര്യവും നഷ്ടപ്പെട്ടു.
എന്റെ മോള് പൂർണിമ വന്നതിന് ശേഷമാ എല്ലാ ഐശ്വര്യവും വന്നത്. മുതലാളി അമ്മയെന്ന് പറയുന്നു. അപ്പൊ മോമാരാ? ചിരിക്കുന്നോ? അസൂയ തോന്നുന്നില്ലേ? മോം ചിരിക്കുന്നുണ്ടെങ്കിൽ എന്തോ സ്ട്രാറ്റജി ഉണ്ടെന്നാ അതിന്റെ അർത്ഥം. സാരി മാറ്റാത്തെന്താ? ഞാൻ വന്ന് എടുത്തു തരട്ടെ? സാരമില്ലമ്മേ, അതൊക്കെ പതുക്കെ മതി. അമ്മേ, സന്തോഷത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ലല്ലേ അമ്മയ്ക്ക്? അല്ലാതെ പിന്നെ മനസ്സ് മനസ്സിലാക്കി ഒരു മരുമകളെ കിട്ടുമ്പോ സന്തോഷമില്ലാതിരിക്കോ? നല്ല അമ്മ. ഇതുപോലെ ടെൻഷനുള്ളപ്പോ എന്താ ചെയ്യേണ്ടതെന്നറിയോ? 1 മിനിറ്റ് അങ്ങനെ നിന്ന് നന്നായിട്ട് ശ്വാസം വലിച്ചെടുക്കൂ. ഇനി സാവധാന ശ്വാസം വിട്ടെ. ഇപ്പൊ പറ, ഇനി എന്താ ചെയ്യണ്ടേ? എന്താ പൊന്നു, നീ അടുക്കള ഭാഗത്ത് വന്ന് നിന്നോട് ഞാൻ എന്തെങ്കിലും ജോലി പറഞ്ഞ് അതിനുശേഷം നിന്റെ അച്ഛൻ കണ്ടില്ലേ എന്റെ മോളെ അമ്മായിയമ്മ എന്തുമാത്രം ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു വിഷമിക്കും. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? പൊന്നുന്റെ അച്ഛൻ പോയതിനു ശേഷം നിനക്ക് ഒരുപാട് ജോലി തരാം. ആ, നിന്റെ അച്ഛന് കോഫിയാണോ ടീ ആണോ ഇഷ്ടം? അച്ഛന് ചായയാ കൂടുതൽ ഇഷ്ടം. ശരി, എനിക്കും എന്തെങ്കിലും ജോലി തരുമേ? എന്നെ വെറുതെ വിടില്ല അല്ലേ? ശരി, ആ കബോർഡിൽ പുതിയ കപ്പൊക്കെ ഇരിപ്പുണ്ട്, അതിങ്ങെടുത്താ. പുതിയ കപ്പൊക്കെ എന്തിനാമേ? ബന്ധുക്കൾ ആദ്യമായിട്ടാ വീട്ടിൽ വന്നിരിക്കുന്നെ. പഴയ കപ്പിൽ ആരെങ്കിലും കൊടുക്കോ? അമ്മേ, ഈ ബുക്ക് ആ അതാ പൊന്നു, അന്ന് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇതിൽ മാധവ് സാറിന്റെ ഫോട്ടോസ്, അദ്ദേഹത്തിന്റെ റെസിപ്പികള്, അദ്ദേഹത്തിന്റെ വാക്കുകള്, അതെല്ലാം ഇതിനകത്തുണ്ട്. അയ്യോ, അമ്മയെ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അയ്യോ, ഞാൻ മറന്നേ പോയി. മാധവ് സാറിനെ ഞാൻ കല്യാണത്തിന് വിളിച്ചിരുന്നു. ഉറപ്പായിട്ടും വരാന്നും പറഞ്ഞിരുന്നു. അമ്മയ്ക്കൊരു സർപ്രൈസ് തരാന്ന് വിചാരിച്ചതാ. പക്ഷെ അദ്ദേഹം വന്നില്ല. മാധവൻ സാറിനെ കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നോ? അദ്ദേഹം വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്തെങ്കിലും അർജന്റ് ജോലി ഉണ്ടായിട്ടായിരിക്കും. ഇല്ലെങ്കിൽ വരുമായിരുന്നല്ലേ? അതെ അമ്മേ, അല്ലെങ്കിൽ വരാതിരിക്കില്ലായിരുന്നു. ഒരു കാര്യം അറിയോ പൊന്നു, നിങ്ങൾ രണ്ടുപേരും സ്നേഹിക്കുന്ന കാര്യം അമ്മാവനോട് പറയാൻ പറ്റാത്ത എനിക്ക് നല്ല ടെൻഷനായിരുന്നു. അപ്പോഴുണ്ടല്ലോ മാധവൻ സാറിന്റെ പ്രോഗ്രാം കണ്ടപ്പോഴാണ് എനിക്ക് ധൈര്യം കിട്ടിയത്. നീ വിശ്വസിക്കില്ല, എത്ര വലിയ പ്രശ്നം ഉണ്ടായാലും 1 സെക്കൻഡിൽ അതിനുള്ള പരിഹാരം കണ്ടെത്തി തരും. നീ തന്നെ ഇട്ടോ. അമ്മേ, അങ്ങനെയാണെങ്കിൽ ഈ അടുക്കളയില് ഈ പുസ്തകത്തിന്റെ രൂപത്തില് മാധവൻ സാറ് അമ്മയുടെ കൂടെ എപ്പോഴും ഉണ്ടാവുമല്ലോ. അതെ പൊന്നു, പാചകം എല്ലാരും ചെയ്യുന്നതാ. പക്ഷേ മനസ്സിന് സമാധാനാവുന്ന രീതിയിൽ സംസാരിക്കുന്നത് മാധവൻ സാർ മാത്രം. അയ്യോ സാർ, സാർ സാറിനെ ഇങ്ങോട്ട് ഇരുത്ത്. അയ്യോ സാറേ, സാർ ഇരിക്കേ. എന്ത് പറ്റി സാർ? സുഖമില്ലേ? രാത്രി ഞാൻ ശരിക്കും ഉറങ്ങിയില്ല. രാവിലെ ഷൂട്ടിങ്ങിന് വേണ്ടി പോരുന്നതല്ലേ, ചെറിയൊരു തലകറക്കം അത്രേ ഉള്ളൂ. ശരി, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നോ? അത് പിന്നെ രാവിലെ കുറച്ച് ധൃതിയായിരുന്നുകൊണ്ട് സമയം കിട്ടിയില്ല. എന്താ സാർ ഇത്? ഞങ്ങളോടെല്ലാം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ പറയും.
ഇപ്പൊ സാറിന് ഭക്ഷണം കഴിക്കാൻ സമയമില്ലെന്ന്. ഇതാ സർ. അയ്യോ, എനിക്കൊരു കുഴപ്പമില്ല. ഇപ്പൊ വിശപ്പ് തീരെയില്ല. ഞാൻ പിന്നീട് കഴിച്ചോളാം. പിന്നീട് ഒരു പ്രാവശ്യം കൂടെ സാർ കഴിച്ചോളൂ സർ. ഇത് കഴിക്കൂ സർ. സർ കഴിക്കൂ സർ, പ്ലീസ് സർ. ആ ദൈവം എൻ്റെ മക്കളെ എന്നിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുക. അതിനു പകരമായി ഒരുപാട് മക്കളെ എനിക്ക് തന്നിട്ടുണ്ട്. അമ്മാവൻ രാവിലെ മുതൽ ഒന്നുമേ കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഷുഗർ ഉണ്ട്. ഉച്ചത്തെ ഭക്ഷണം ലേറ്റ് ആയ പ്രശ്നം ഉണ്ടാവും. അമ്മേ അതിങ്ങ് തന്നെ. ഇന്ന് മുത്തശ്ശന് ഞാൻ ഫുഡ് ഉണ്ടാക്കാം. ടക്ക് ടക്കെന്ന് ചെയ്ത് കാണിച്ചു തരാം. നീയോ? അമ്മ ശാസ്ത്രം മറന്നുപോയെന്ന് വെച്ച് എനിക്ക് മറക്കാൻ പറ്റുമോ? ശാസ്ത്രോ? അതെ അമ്മേ. വീട്ടിൽ വന്നു കയറി ആദ്യ ദിവസമല്ലേ മരുമോളുടെ കൈ കൊണ്ട് പച്ചക്കറി അരിയുന്നത്, ഭക്ഷണം ഉണ്ടാക്കുന്നത്, പാല് കാച്ചുന്നത്, സ്വീറ്റ്സ് ഉണ്ടാക്കുന്നത്, ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ? ഇതെല്ലാം ചെയ്യോ? പിന്നെ എനിക്കൊരു നല്ല അമ്മയെ കിട്ടിയത് കൊണ്ട് ഇതൊന്നും എന്നോട് പറഞ്ഞില്ല. എന്ന് വെച്ച് എനിക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റുമോ? എനിക്ക് ഒരു റേഞ്ചില് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയോന്ന് എന്റെ അമ്മയെ കാണിച്ചു തരണ്ടേ? അമ്മ എന്നെ പുകഴ്ത്തണ്ടേ? നിന്നെ ഇഷ്ടപ്പെട്ടോണ്ടല്ലേ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇനി എന്ത് പുകഴ്ത്താനാ ഉള്ളത്? നിനക്ക് എന്റെ അമ്മാവിനെ കുറിച്ച് ഒന്നും അറിയില്ല. ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസം വന്നാൽ തന്നെ അത് ഉടനെ മനസ്സിലാക്കി കളയും. ഭക്ഷണ കാര്യത്തിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാ. അതുകൊണ്ടാ ഞാൻ തന്നെ ഉണ്ടാക്കാന്ന് പറഞ്ഞത്. നിനക്ക് വേറൊരു ദിവസം ഉണ്ടാക്കാം. അമ്മേ, അമ്മയ്ക്ക് അമ്മയുടെ മരുമകളുടെ മേൽ ഒട്ടും വിശ്വാസമില്ലേ? മുത്തശ്ശൻ നന്നായി ആസ്വദിച്ച് ഭക്ഷണം കഴിക്കും. അതുപോലെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കും. വെറ്റ് വയ്ക്കുന്നുണ്ടോ? അയ്യോ മോളെ, അങ്ങനെ ഒന്നും വേണ്ട. ഇന്നത്തെ ഫുഡ് ഞാൻ തന്നെ ഉണ്ടാക്കാം. നാളെ മുതൽ നീ ഉണ്ടാക്കിക്കോ. അമ്മേ അമ്മേ പ്ലീസ് 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 അമ്മേ പ്ലീസ്. നീ സമ്മതിക്കില്ല അല്ലേ? ഇതാ, ഈ നിമിഷം മുതൽ എന്റെ അധികാരം മുഴുവൻ ഞാൻ നിനക്ക് തന്നിരിക്കുകയാണ്. അമ്മയുടെ ആജ്ഞ ഞാൻ അംഗീകരിക്കുന്നു. അമ്മേ, അമ്മാവാ, അമ്മാവാ, അമ്മാവാ വാതിൽ തുറക്ക്. അമ്മാവാ, ഭക്ഷണം റെഡിയാ, വരൂ. അമ്മാവാ, രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. കഴിക്കാൻ വാ അമ്മാവാ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഗുരുവേ, ഹിറ്റ്ലറിനെ ട്യൂഷൻ എടുത്തത് എന്റെ മുത്തച്ഛനാ. അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട. അതല്ല, വീട്ടിലെ കാർന്നവരല്ലേ. അദ്ദേഹത്തെ പട്ടിണി കിട്ടിട്ട് നമ്മളെങ്ങനെയാ? എല്ലാവരും കൂളായിരിക്കും. മുത്തശ്ശനെ ഞാൻ കഴിക്കാൻ വിളിച്ചിട്ട് വരാം. എന്തിനാ ചിരിക്കുന്നേ? പിന്നെ പിന്നെ അല്ലാതെ. അമ്മേ, ഇവളുടെ കയ്യിലെ ഒരു കർച്ചീഫ് കൊടുത്തുവിട്. കണ്ണു തുടയ്ക്കാൻ വേണ്ടിട്ടാ. ഏയ് പോടാ. ഒന്ന് പോടിയുള്ളൂ. 3 വർഷമായിട്ട് നീ എന്നെ പ്രണയിച്ചതല്ലേ? എന്നിട്ട് എന്റെ കപ്പാസിറ്റി എന്താണെന്ന് നിനക്ക് അറിയില്ലേ? ജനിച്ച അന്ന് തൊട്ട് ഞാൻ കാണുക. എന്റെ മുത്തച്ഛന്റെ കപ്പാസിറ്റി എനിക്ക് അറിഞ്ഞൂടെ? ബെറ്റാണോ? ആ, ബെറ്റ്. അല്ല, എന്താണ് ബെറ്റ്? നീ തന്നെ പറ. ചെല്ല്. ബെറ്റ് എന്താണെന്നറിയോ? എന്താ? ഞാൻ 10 വരെ എണ്ണം. അതിനുള്ളിൽ മുത്തശ്ശൻ വാതിൽ ഓർക്കണം. ഇല്ലെങ്കിൽ 10 ഉമ്മ തരണം. എന്നാലും നീ ഇതൊരു മണ്ടനാ. എന്ത്? വെറും 10 ചോദിച്ചത്.
എന്റെ ടാസ്ക് ആരംഭിച്ചു. ടിക് ടിക് 1. മുത്തശ്ശ, എല്ലാവരും മുത്തശ്ശനെയും കാത്തിരിക്കുക. പ്ലീസ് വരൂ മുത്തശ്ശ. അമ്മ മുത്തശ്ശന് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞു. മുത്തശ്ശൻ കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. വാ മുത്തശ്ശ. മുത്തശ്ശ, ബോസേ, ഇനി ഒരു ഒറ്റ കൗണ്ടും കൂടെ ഉള്ളൂ. എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ പെട്ടെന്ന് ചെയ്തോ. അയ്യോ അമ്മ, എന്താ പറ്റി അമ്മേ? സൂക്ഷിച്ചൊക്കെ നടക്കണ്ടേ അമ്മേ? എന്തിനാ ഇത്ര ധൃതി പിടിക്കുന്നേ? സിദ്ധാർത്ഥ് എവിടെയാ? ഒന്നിങ്ങോട്ട് വന്നേ. അമ്മ താഴെ വീണു, പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഏതെങ്കിലും ഡോക്ടറുടെ നമ്പർ ഉണ്ടോ? സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്, അച്ഛ ഒന്ന് നോക്കിക്കേ അച്ഛ, എന്താ പറ്റിയെന്ന്. അയ്യോ, അമ്മയുടെ കാലിന് രക്തം വന്നോണ്ടിരിക്കുകയാണല്ലോ. നൂലിനൊത്ത ചേല. നാടകം കളിക്കുന്നവർക്ക് അതിനേക്കാൾ വലിയ നാടകക്കാരിയായി കിട്ടിയിരിക്കുന്നത്. തുളസി, എന്താ ഇവിടെ ഇപ്പൊ നടക്കുന്നത്? നീ ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കുകയല്ലേ? അമ്മാവ, അത് പിന്നെ മുത്തശ്ശ, മുത്തശ്ശൻ രാവിലെ മുതലൊന്നും കഴിക്കാത്തോണ്ട് അമ്മയൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടിയല്ലെങ്കിലും അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും എന്തെങ്കിലും കഴിക്കേ പ്ലീസ്. എന്ത് നോക്കിക്കൊണ്ട് നിൽക്കുക? ഭക്ഷണം എടുത്ത് വെക്കേ. പൊന്നോ, ഇങ്ങ് തന്നെ, ഞാൻ വിളമ്പി കൊടുക്കാം. സാരമില്ലമ്മേ, മുത്തശ്ശന് ഞാൻ വിളമ്പി കൊടുക്കാം. തുളസി, മകന്റെ കല്യാണം കഴിഞ്ഞ വെപ്രാളത്തില് നീ ഇവിടുത്തെ ചിട്ടകളൊക്കെ മറന്നുപോയല്ലേ? എന്തു പറ്റി അമ്മാവ? ബന്ധുക്കാരൻ അവിടെ നിൽക്കുക. അദ്ദേഹത്തെ വിളിച്ചിരുത്തി ഭക്ഷണം കൊടുക്ക്. ക്ഷമിക്കണം അമ്മാവ. അങ്ങോട്ട് ഇരുന്നാട്ടെ. എടാ ഉറക്കം തൂങ്ങി. നിന്നെ ഇനി വെറ്റിലെയും അടക്കയും വെച്ച് പ്രത്യേകം ക്ഷണിക്കണോ? ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് വേണം ഭക്ഷണം കഴിക്കാൻ. വാ ബോസ്. അമ്മേ, അമ്മ ഇരിക്കും, ഞാൻ വിളമ്പി തരാം. വേണ്ട വേണ്ട, ആദ്യം നിങ്ങൾ എല്ലാരും ഒരുമിച്ചിരുന്ന് കഴിക്കേ, എന്നിട്ട് ഞാൻ കഴിച്ചോളാം. കല്യാണ ദിവസം ഭർത്താവിന്റെ കൂടെ ഇരുന്നാ കഴിക്കേണ്ടത്. രവീന്ദ്ര സാറേ, നാണിക്കാതെ വേണം ഇരിക്കാൻ. മനുഷ്യര് തൃപ്തി എവിടെ കിട്ടുമെന്ന് വെച്ചാൽ അത് ഈ ഭക്ഷണത്തിൽ മാത്രമാണ്. ഭക്ഷണം എങ്ങനെയുണ്ട് മുത്തശ്ശ? വിശപ്പുണ്ടെങ്കില് രസം പോലും നല്ല രുചിയായിട്ട് തോന്നും. ചൂടുവെള്ളത്തില് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടൊന്ന് കലക്കി വെച്ചിട്ട് അത് സാമ്പാറാണെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് വിശ്വസിക്കണോ അല്ലേ? 4-5 പച്ചക്കറികൾ വെട്ടിയെരിഞ്ഞിട്ട് അതിൽ ഉപ്പും ചേർത്തൊന്ന് ഇളക്കിയിട്ട് തോരനാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണം. ഇതാണ് ചോറ്, വെന്തിട്ട് പോലുമില്ല. അല്ല രവീന്ദ്ര, നമ്മളെപ്പോലെ വയസ്സായവർക്കൊക്കെ ഇത് കഴിക്കാൻ പാടുണ്ടോ? എത്ര വർഷമായെന്നറിയോ ഇതുവരെ മര്യാദക്ക് പാചകം ചെയ്യാൻ പഠിച്ചില്ല. ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയത് അമ്മയല്ല മുത്തശ്ശ, ഞാനാ. ഇനി ഒരു 4 ജന്മം കൂടി നീ എടുത്താലേ എന്റെ തുളസി ഉണ്ടാക്കുന്ന റേഞ്ചിൽ ഭക്ഷണം ഉണ്ടാക്കാൻ മോൾക്ക് കഴിയൂ.
കുഴപ്പമില്ല, കുറച്ച് സാമ്പാർ കൂടി ഒഴിക്ക്.